ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോണോട്ടോൺ സീക്വൻസ് എന്നുള്ളതാണ്. അപ്പം മോണോട്ടോൺ സീക്വൻസ് രണ്ട് തരമുണ്ട്. ഇൻക്രീസിങ് സീക്വൻസും ഉണ്ട്, ഡിക്രീസിങ് സീക്വൻസും ഉണ്ട്. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇൻക്രീസിങ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എലമെൻറ്റുകൾ ഓരോന്നും ഇൻക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ സീക്വൻസ് എക്സ് എൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സീക്വൻസ് എക്സ് എന്നിൻ്റെ അകത്ത് നമുക്ക് എക്സ് എൻ ഇസ് സെഡ് ടു ബി ഇൻക്രീസിങ് ഇഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ less than or equal to x4 etc. less than or equal to xn less than or equal to xn plus 1 ഈ ഒരു ഫോമിൽ നമുക്ക് പറയാൻ പറ്റണം. അതായത് ഫസ്റ്റ് എലമെൻറ്റിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും സെക്കൻഡ് എലമെൻറ്റിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും തേർഡ് എലമെൻറ്റിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും ഫോർത്ത് എലമെൻറ്റ്. ഇങ്ങനെ എലമെൻറ്റുകൾ കൂടി പോവുകയാണെങ്കിൽ നമ്മൾ പറയും സീക്വൻസ് ഈസ് സെഡ് ടു ബി ഇൻക്രീസിങ്. ഇനി ഡിക്രീസിംഗ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. സീക്വൻസിലെ എലമെൻറ്റുകൾ കുറഞ്ഞാൽ പോകുന്നത്. ഏറ്റവും വലുത് ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും, അതിലും ചെറുതോ ഈക്വലോ ആയിരിക്കും സെക്കൻഡ് എലമെൻറ്റ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തേർഡ് എലമെൻറ്റ് എക്സെട്ര. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് 1, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു ഫോമിലാണ് എങ്കിൽ നമ്മൾ പറയും സീക്വൻസ് ഈസ് ഡിക്രീസിങ് എന്ന് പറയും. അപ്പം ഒന്നെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും. അപ്പം ഒരു സീക്വൻസിന് ഒരേ സമയം ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. നമുക്ക് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പം കോൺസ്റ്റൻറ്റ് സീക്വൻസ് എടുക്കുവാണെങ്കിൽ അത് ഇൻക്രീസിങ്ങും ആണ് ഡിക്രീസിങ്ങും ആണ്. കാരണം എന്താ, ഇപ്പം നമ്മൾ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 1 1 1 എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ എലമെൻറ്റുകളും ഇപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഇൻക്രീസിങ് ആണെന്ന് പറയാം. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഡിക്രീസിങ് ആണെന്നും പറയാം. അല്ലാത്തപ്പം സാധാരണ ഒരു സീക്വൻസിന് ഒരേ സമയം ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകാൻ പറ്റത്തില്ല. കോൺസ്റ്റൻറ്റ് സീക്വൻസിൻ്റെ കേസിൽ അത് വരും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 2 3 4 എന്നും പറഞ്ഞെടുക്കുവാണെങ്കിൽ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ്. അതിൻ്റെ അകത്ത് ഓരോ എലമെൻറ്റും 1 വെച്ച് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ്. പക്ഷേ സീക്വൻസ് 1/n എടുത്താലോ അത് 1 1/2 1/3 1/4 എന്നും പറഞ്ഞ് കുറഞ്ഞാണ് പോകുന്നത്. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇനി നമ്മൾ കുറച്ച് എലമെൻറ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുക. 3 3 3 3 4 4 ഇങ്ങനെ പോവുക. ഈ സീക്വൻസും ഇൻക്രീസിങ്. കാരണം 1 കഴിഞ്ഞ് 2 വലുതാണ്. 2വിനോട് ഈക്വൽ തന്നെയാണ് അടുത്ത എലമെൻറ്റ്. അടുത്തത് ഈക്വൽ ആയതും കൊണ്ട് കുഴപ്പമില്ല. ഒന്ന് കൂടിയിട്ട് പിന്നെ കുറയാതിരുന്നാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 7 കഴിഞ്ഞിട്ട് പിന്നെ 2 വന്നാൽ ഇത് ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. കാരണം എന്താ, ആദ്യം എല്ലാം ഇൻക്രീസ് പോയി. പക്ഷേ 7 കഴിഞ്ഞ് പിന്നെ പുറകോട്ട് പോയി. 7ൽ നിന്ന് 2വിലോട്ട് പോകുമ്പം പിന്നെ അത് ഇൻക്രീസിങ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പോകുന്ന ഒരേ പാറ്റേണിൽ പോകണം. ഒന്നെങ്കിൽ എല്ലാം കൂടി പോകണം, അല്ലെങ്കിൽ കുറഞ്ഞു പോകണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എ സ്ക്വയർ എ ക്യൂബ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ, 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ, 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആണെങ്കിൽ ബി സ്ക്വയർ ബി ക്യൂബ്. അത് കുറഞ്ഞല്ലേ വരുന്നത്. 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ പവർ കൂടുന്തോറും അതിൻ്റെ വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പം ബി സ്ക്വയർ ബി ക്യൂബ് എന്ന് പറയുന്നത് ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ 1/n ഓൾറെഡി പറഞ്ഞതാണ്. ഇനി 1 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബ്. അത് ഈ 0ക്കും 1നും ഇടയ്ക്ക് കിടക്കുന്നൊരു വാല്യൂ ആയതുകൊണ്ട് ഇതിൻ്റെ പവർ കൂടുന്തോറും വാല്യൂസ് കുറയും. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. പിന്നെ -1 നമ്മൾ എടുക്കുവാണെങ്കിൽ, സീക്വൻസ് -1 നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തെ എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? -1 1 -1 1 -1 1 എന്ന് പറഞ്ഞ് പോവുകയാണ്. സീക്വൻസ് -1 നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തെ എലമെൻറ്റുകൾ -1 1 -1 1 -1 1 എന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം -1ൽ നിന്ന് 1ലോട്ട് കുറഞ്ഞു അല്ലേ, -1ൽ നിന്ന് 1ലോട്ട് കൂടി, പിന്നെ 1ൽ നിന്ന് -1ലോട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതാണ് വലുത്. പക്ഷേ അടുത്ത കമ്പയർ ചെയ്യുമ്പം ഇത് വലുതല്ല. കാരണം എപ്പോഴും ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടാൻ പറ്റില്ല. ഇവിടെ ആദ്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. നമുക്ക് ആദ്യം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഒരു ഫോമിൽ വരുന്നത് കൊണ്ട് ഇത് ഒരു മോണോട്ടോൺ സീക്വൻസ് അല്ല. -1 അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് അപ്പോൾ ഇവിടെ -1 2 -3 4 -5 6 ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നോക്കിയേ. -1ൽ നിന്ന് 2ലോട്ട് ഇൻക്രീസ് ചെയ്തു, പക്ഷേ 2വിൽ നിന്ന് -3ലോട്ട് കുറയുക. -3ൽ നിന്ന് 4ലോട്ട് കൂടി, പക്ഷേ അടുത്തത് കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇത് മോണോട്ടോൺ സീക്വൻസ് അല്ല.
പിന്നെ പറയുന്നത് ആദ്യത്തെ കുറച്ച് ടേം കഴിഞ്ഞിട്ടുള്ളതെല്ലാം മോണോട്ടോൺ ആണ് എങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ 2 എക്സാമ്പിൾസ് നോട്ട് തന്നിട്ടുണ്ട്. 7, 6, 2, 1 കഴിഞ്ഞിട്ട് പിന്നെ 1, 2, 3, 4 എന്നും പറഞ്ഞ് പോവാം. അപ്പോൾ ഈ സീക്വൻസിൻ്റെ അകത്ത് നമ്മൾ എക്സെട്ര ആയിട്ട് പോവാം. ഈ 3 ടേംസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ടേമുകൾ തന്നെ 1, 2, 3, 4 എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ്. അതുപോലെ അടുത്ത എക്സാമ്പിൾ തന്നിരിക്കുന്നത് -2, 0, 1, 1/2, 1/3, 1/4 എന്നും പറഞ്ഞ് പോവാം. അതിൽ നമ്മൾ നോക്കിയേ -2ഉം 0യും മാറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ 1 1 കഴിഞ്ഞ് 1/2 എന്ന് പറയുമ്പോൾ കുറഞ്ഞു, പിന്നെയും കുറഞ്ഞ് 1/3. ഇപ്പം ഇങ്ങോട്ടുള്ളത് ഒരു ഡിക്രീസിങ് സീക്വൻസ്, ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 3 ടേം മാറ്റിയപ്പോൾ ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആയിട്ട് മാറി. ഇതിൽ നിന്ന് 2 ടേം മാറ്റി കഴിഞ്ഞപ്പോൾ ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇങ്ങനത്തെ സീക്വൻസുകളെല്ലാം അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയുള്ളത് തിയറം 14 ആണ്, മോണോട്ടോൺ കൺവേർജൻസ് തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്ന ഒരു തിയറമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. Monotone convergence theorem. A monotone sequence of real numbers is convergent if and only if it is bounded. A monotone sequence of real numbers is convergent if and only if it is bounded. ഫർദർ 2 കേസായിട്ട് പിന്നെ നമ്മൾ പറയുവാണ്. അപ്പം മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കണം. ബൗണ്ടഡ് ആയിട്ടുള്ള മോണോട്ടോൺ സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് നമുക്ക് ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് എക്സൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. എക്സൻ എന്ന് പറയുന്നത് മോണോട്ടോൺ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, ലിമിറ്റ് ഓഫ് എക്സൻ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് ദ സെറ്റ് എക്സൻ. എക്സൻ എന്നുള്ള സെറ്റിൻ്റെ സുപ്രീമം ആയിരിക്കും. അതുപോലെ തന്നെ yn എന്ന് പറയുന്ന ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫീമം ഓഫ് ദി എലമെൻറ്റുകളായിരിക്കും. ഇൻഫീമം ഓഫ് yn n എലമെൻറ്റ് ഓഫ് n ആയിരിക്കും. ഇതാണ് നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൽ പറയാം. അപ്പം ഇതിന് ആക്ച്വലി നമ്മൾ 3 പാർട്ടായിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആവാനുള്ളൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. എ മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കണം. ബൗണ്ടഡ് ആയിട്ടുള്ളൊരു സീക്വൻസ് മോണോട്ടോൺ ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആ പറയുന്നത്. പിന്നെ പറയുന്നത് എക്സൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, അപ്പം ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്നത് ഇൻക്രീസിങ് സീക്വൻസ് അതിൻ്റെ സുപ്രീമത്തിലോട്ട് കൺവേർജ് ചെയ്യും, ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഇൻഫീമത്തിലോട്ട് കൺവേർജ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇസ് ബൗണ്ടഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണ് സപ്പോസ് ചെയ്യുക. സപ്പോസ് the monotone sequence is convergent. ഇനി നമ്മൾ തിയറം 5 ആണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ലിമിറ്റ് തിയറം തുടങ്ങിയത് തിയറം 5 അല്ലേ, ലിമിറ്റ് തിയറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ് സീക്വൻസുകൾ കൺവേർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എടുത്തു, കൺസിഡർ എ മോണോട്ടോൺ സീക്വൻസ്, സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണ് എങ്കിൽ നമുക്കെന്ത് പറയാം, ഇറ്റ് ഈസ് ബൗണ്ടഡ് സീക്വൻസുകളെല്ലാം കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ നോട്ടിൽ പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തിയറം 5ൻ്റെ പ്രൂഫ് അതുപോലെ എടുക്കണം. അപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുമ്പം സപ്പോസ് ദ മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ സീക്വൻസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് കൺവേർജസ് ടു എക്സ് എന്ന് നമ്മൾ എടുത്തു. ഇനി ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ഒരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1 ഫിക്സ് ചെയ്തു. എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതിൽ നിന്ന് നമുക്ക് മോഡ് എക്സ് എൻ ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ്, അതൊക്കെ നമ്മൾ ആ പ്രൂഫ് അതുപോലെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ k-1 എലമെൻറ്റുകൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ സുപ്രീമം ഓഫ് എക്സ് മോഡ് x1 മോഡ് x2 മോഡ് xk-1 പിന്നെ 1 പ്ലസ് മോഡ് എക്സും എടുത്താൽ നമുക്ക് എല്ലാ എക്സിനുകളും ഈ എമ്മിനേക്കാളും ചെറുതായിട്ട് കിട്ടും. ആ പ്രൂഫ് അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് എടുത്തിട്ട് നമുക്കത് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബൗണ്ടഡ് ആയിട്ടുള്ള മോണോട്ടോൺ സീക്വൻസ് എടുക്കുക. എക്സ് ബി എ ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ്, എക്സ് ബി എ ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ്.
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? അത് കൺവേർജൻ്റ് ആണ് എന്ന് കാണിക്കാം. മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ച് ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള മോണോട്ടോൺ സീക്വൻസ് എടുത്താൽ നമ്മൾ അത് കൺവേർജൻ്റ് ആണ് എന്ന് കാണിക്കണം. ബൗണ്ടഡ് ആയിട്ടുള്ളൊരു മോണോട്ടോൺ സീക്വൻസ് എടുത്തിട്ട് അത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാം. അപ്പോൾ എക്സ് ഒരു മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. നമ്മൾ ആദ്യം ഇൻക്രീസിങ് ആയിട്ടുള്ള കേസ് എടുക്കുക. എക്സ് ആൻഡ് ബി ആൻഡ് ഇൻക്രീസിങ് bounded monotone sequence. അപ്പോൾ എക്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തത് എന്താ? മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് എടുത്തു. അപ്പം കൺവേർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയതുകൊണ്ട് അത് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മളൊരു ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് എടുത്തിട്ട് നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? അത് ബൗണ്ടഡ് ആയിട്ടുള്ള മോണോട്ടോൺ സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് നമ്മൾ എടുത്തു. അതിൽ നമ്മൾ ഇൻക്രീസിങ്ങും ആകാം ഡിക്രീസിങ്ങും. നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയിട്ട് എടുത്തത്. അത് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എക്സ് എൻ ഈസ് ലെസ് ദാനോ മോഡ് എക്സ് എൻ ഈസ് ലെസ് ദാനോ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിയൽ നമ്പർ എം എക്സിസ്റ്റ് ചെയ്യില്ല. സീക്വൻസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? there exists a real number m such that modulus of xn is less than or equal to m for all n element of n. അപ്പം മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. എക്സ് എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. സീക്വൻസ് എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് ഒരു എം എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എക്സിൻ്റെ എല്ലാം മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയതുകൊണ്ട് നമ്മൾ സെറ്റ് എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ എടുക്കുവാണെങ്കിൽ ഈ സെറ്റ് എക്സ് എൻ ബൗണ്ടഡ് ആണെന്ന് പറയാൻ മേലെ നമ്മൾ സെറ്റ് എക്സ് എൻ കൺസിഡർ ചെയ്യുക. എക്സനുകളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സനുകളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. നമ്മളൊരു സെറ്റിൻ്റെ ബൗണ്ടഡ്നെസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സെറ്റ് ബൗണ്ടഡ് ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ there exists a b. അവിടെ നമ്മൾ ബി ആണ് പറഞ്ഞത്. ബിക്ക് വരെ എം എന്നുള്ളതേ ഉള്ളൂ. there exists a b such that modulus of xn is less than or equal to b for all n. സെറ്റിലെ എല്ലാ എലമെൻറ്റുകളുടെയും ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ നമ്പർ ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെന്ന് പറയും. ഇവിടെ നമ്മൾ സെറ്റ് എക്സ് എൻ കൺസിഡർ ചെയ്ത എക്സനുകളുടെ എല്ലാം ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ആയതുകൊണ്ട് ഈ സെറ്റ് എക്സ് എൻ ഈസ് ബൗണ്ടഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ സെറ്റ് എക്സ് എൻ ബൗണ്ടഡ് എബോവ് ആണ് അല്ലേ? ബൗണ്ടഡ് എബോവ് ആയതുകൊണ്ട് ബൗണ്ടഡ് എബോവും ബിലോയും ആണ് ആക്ച്വലി. ഇത് ബൗണ്ടഡ് എബോവ് ആയതുകൊണ്ട് ഈ ഒരു നോൺ എം ഡി സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിൻ്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാമല്ലോ. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് സുപ്രീമം ഓഫ് എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ നമ്മൾ ഇതിനെ സെറ്റായിട്ട് കൺസിഡർ ചെയ്താൽ ഈ സീക്വൻസുകളുടെ എലമെൻറ്റുകളുടെ സെറ്റ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ അകത്തെ ഓരോ എലമെൻറ്റുകളും ബൗണ്ടഡ് ആയതുകൊണ്ട് സെറ്റ് എക്സിന് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് സുപ്രീമം പ്രോപ്പർട്ടി അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ സെറ്റിൻ്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമത്തിന് നമുക്ക് എക്സ് സ്റ്റാർ എന്ന് വിളിക്കാം. ലെറ്റ് എക്സ് സ്റ്റാർ ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് സെറ്റ് എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ ഇതിൻ്റെ സുപ്രീമം എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എക്സ് സ്റ്റാർ ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് എൻ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ എക്സ് സ്റ്റാർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സീക്വൻസിൻ്റെ ലിമിറ്റ്. നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം ചെയ്ത പ്രോസസ്സിന് ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുവാണ്. നമ്മൾ ആദ്യം എടുത്ത മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് എന്ന് എടുത്തു. കൺവേർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് ഈ മോണോട്ടോൺ സീക്വൻസും ബൗണ്ടഡ് ആണെന്ന് പറയാം. അത് പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സ് എൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് എടുത്തു. ഇനി നമുക്ക് കാണിക്കേണ്ടത് അത് കൺവേർജൻ്റ് ആണ് എന്ന് കാണിക്കണം. അതിന് വേണ്ടി നമ്മൾ മോണോട്ടോൺ ആയിട്ട് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തു. എക്സ് എൻ ബി എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു. എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ ആയതുകൊണ്ട് ഈ സെറ്റ് എക്സ് എന്നും ബൗണ്ടഡ് ആയിരിക്കും. സെറ്റ് എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അനുസരിച്ച് നോൺ എം ടി ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമത്തിന് നമുക്ക് എക്സ് സ്റ്റാർ എന്ന് വിളിച്ചു. നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? ഈ സീക്വൻസ് എക്സിൻ്റെ ലിമിറ്റ് എക്സ് സ്റ്റാർ ആണെന്നാണ് കാണിക്കേണ്ടത്. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഇനി എക്സ് സ്റ്റാർ നമ്മുടെ സുപ്രീമം ഓഫ് ദി സെറ്റ് ആയതുകൊണ്ട് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ. അപ്പോൾ നമ്മൾ എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ. നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ
നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ സുപ്രീമം ആകാൻ പറ്റുമോ? എക്സ് സ്റ്റാർ ആണ് സുപ്രീമം. അപ്പം നമ്മൾ യു സുപ്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് എപ്സിലോൺ സുപ്രീമം ആകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ എക്സ് സ്റ്റാർ സുപ്രീമം എന്ന് പറഞ്ഞാൽ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നതിന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും വലിയ അപ്പർ ബൗണ്ടാണ് നമ്മുടെ എക്സ് സ്റ്റാർ അല്ലേ? ഏറ്റവും വലുതല്ല, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് എക്സ് സ്റ്റാർ. അതിനേക്കാളും ചെറുതിന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. എക്സ് സ്റ്റാർ സുപ്രീമം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതിന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് എക്സ് സ്റ്റാർ. അപ്പോൾ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എക്സ് എൻ വേർ എൻ എലിമെൻറ്റ് ഓഫ് സെറ്റ് എക്സിന് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഒരു അപ്പർ ബൗണ്ട് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പം ഈ സെറ്റിൽ ഒരു എലമെൻ്റ് എങ്കിലും കാണും ഇതിനേക്കാളും വലുതായിട്ട്. there exists an xk element of set xn such that x star minus epsilon is less than xk. ക്ലിയർ ആയോ? ഈ സെറ്റിൻ്റെ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ സെറ്റിൽ ഈ നമ്പറിനേക്കാളും വലിയ ഒരു എലമെൻ്റ് എങ്കിലും കാണും. അപ്പോൾ നമ്മൾ ആ സെറ്റ് കൺസിഡർ ചെയ്യുവാണ്. ആ സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻറ്റ് എക്സ് കെ എങ്കിലും കാണും സച്ച് ദാറ്റ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് കെ. കിട്ടിയോ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ സെറ്റിൻ്റെ സുപ്രീമമാണ് എക്സ് സ്റ്റാർ. അപ്പോൾ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അതിനേക്കാളും ചെറുതിന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് അല്ല. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അതിനേക്കാളും വലിയ ഒരു എലമെൻ്റ് എങ്കിലും ഈ സെറ്റിൽ കാണും. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതല്ലേ, അപ്പർ ബൗണ്ട് ആയിരുന്നുവെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ എലമെൻറ്റുകളും ആ സെറ്റിനേക്കാളും ചെറുതായിരിക്കും, ആ എലമെൻറ്റിനേക്കാളും ചെറുതായിരിക്കും. പക്ഷേ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഒരു എലമെൻ്റ് എങ്കിലും കാണും ഇതിനേക്കാളും വലുതായിട്ട്. അതാണ് നമ്മൾ എക്സ് കെ എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് there exists an xk such that x star minus epsilon is less than xk. ഇനി നമ്മൾ ആ കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സീക്വൻസ് ഒരു ഇൻക്രീസിങ് സീക്വൻസാണ്. ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് എക്സ് കെ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അല്ലേ? ഈ സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എൻ കെയേക്കാളും ഇപ്പം 3 എന്ന് പറയുന്നത് 1 വലുതാകുമ്പോൾ എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ ആണ്. അപ്പോൾ 3 1 വലുതാകുമ്പോഴെല്ലാം എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ. അപ്പം എക്സ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കുമല്ലോ. എക്സ് എൻ വിൽ ബി നമ്മൾ കെയേക്കാളും വലിയ ഏതെന്നെടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കെ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയും. കാരണം എന്താ? ഈ സീക്വൻസ് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം കെ എന്ന് പറയുന്നത് ഇവിടുത്തെ എവിടെയെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താൽ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് കെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ. ഇനി സീക്വൻസ് എക്സ് ഈ സീക്വൻസ് എക്സിൻ്റെ സെറ്റിൻ്റെ സുപ്രീമമാണ് എക്സ് സ്റ്റാർ. അപ്പോൾ എക്സ് എന്നുകളെല്ലാം എപ്പോഴും എക്സ് സ്റ്റാറിനേക്കാളും ചെറുതായിരിക്കില്ലേ? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ. അതുകൊണ്ട് എക്സ് സ്റ്റാർ സുപ്രീമമാണ്. വിച്ച് ഈസ് ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ മേലെ. ക്ലിയർ ആയോ? അതായത് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല, അപ്പോൾ അതിനേക്കാളും വലിയ ഒരു എലമെൻറ്റെങ്കിലും ആ സെറ്റിൽ കാണും. പക്ഷേ ആ സെറ്റിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് എക്സ് കെയേക്കാളും വലിയ എക്സ് എന്നുകൾ എന്തായാലും ആ സീക്വൻസിൽ കാണും. കാരണം ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് കാണും. അപ്പം നമുക്ക് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് കെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഇനി എക്സ് എൻ എന്ന് പറയുന്നത് ഈ സീക്വൻസ് സുപ്രീമം ഓഫ് എക്സ് സ്റ്റാർ ആയതുകൊണ്ട് എക്സനുകൾ എപ്പോഴും എക്സനുകൾക്ക് ഈ എക്സ് സ്റ്റാർ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെസ് ദാൻ എക്സ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ. ഇനി എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ കൂടെ എടുക്കുമ്പോൾ അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മളത് ഇത്രയും പോർഷൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക് ഇത് കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് എൻ വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടിയാലേ നമ്മൾ ഇത്
ഇതെടുത്തു. ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്, ഇവിടെയും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് ഈ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. അപ്പോൾ എത്ര എടുക്കുമ്പം നമുക്ക് മോഡുലസ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് സ്റ്റാർ കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എഫ് സ്റ്റാർ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ മാറിപ്പോയേ, എഴുതിയപ്പം മാറിപ്പോയാ. എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ നമ്മൾ എക്സ് സ്റ്റാർ കുറച്ചു, ഇവിടുന്ന് എക്സ് സ്റ്റാർ പോകുമ്പോൾ മൈനസ് എപ്സിലോൺ, ഇവിടെ എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. അപ്പം നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ കിട്ടി. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഈ നമ്മളെടുത്ത എപ്സിലോൺ ആർബിട്രറി എപ്സിലോൺ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് നമുക്ക് പറയാം. ഇനി എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരുന്നു? സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് കിട്ടി. ഇനി എക്സ് സ്റ്റാർ ആക്ച്വലി എന്താണ്? എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീമം ഓഫ് എക്സ് എൻ ആയിരുന്നു. അപ്പം എക്സ് എൻ കൺവേർജസ് ടു സുപ്രീമം ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ, മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജസ് ടു ഈ സുപ്രീമം എന്ന് കിട്ടി. അപ്പം സെക്കൻഡ് പാർട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പം അതൊന്നും കൂടെ പറയാം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്നും മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് എന്ന് എടുത്താൽ കൺവേർജൻറ്റ് സീക്വൻസുകൾ ബൗണ്ടഡ് ആണെന്നുള്ള പ്രൂഫ് വെച്ച് നമുക്ക് അത് ബൗണ്ടഡ് ആണെന്ന് പറയാം. ഇനി രണ്ടാമത് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് എന്ന് എടുത്തു. നമുക്ക് കാണിക്കേണ്ടത് എന്താ? കൺവേർജൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്യുക. ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു. ഇപ്പോൾ എക്സ് എൻ ബി എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു. അത് ബൗണ്ടഡ് ആണെന്ന് തന്നേക്കുന്നത് കൊണ്ട് അതിനെ സെറ്റ് എക്സ് എൻ എടുത്താൽ അതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളെയാണ് നമ്മൾ സെറ്റ് എക്സ് എൻ എടുക്കുന്നത്. സെറ്റ് എക്സ് എൻ എടുത്താൽ അതും ബൗണ്ടഡ് ആയിരിക്കും. സെറ്റ് എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമത്തിനെ നമുക്ക് എക്സ് സ്റ്റാർ എന്ന് വിളിക്കുക. സുപ്രീമത്തിനെ നമ്മൾ എക്സ് സ്റ്റാർ എന്ന് വിളിക്കുവാണെങ്കിൽ നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ സുപ്രീമം ആകാൻ പറ്റിയില്ല. കാരണം ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് എക്സ് സ്റ്റാർ. എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് സുപ്രീമമാണ്. സുപ്രീമം എന്ന് പറയുന്നത് എന്താ? ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ അതിനേക്കാളും ചെറുതിന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റിയില്ല. അപ്പോൾ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് സുപ്രീമം ആയതുകൊണ്ട് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. അതിൻ്റെ മീനിങ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണേക്കാളും വലിയ ഒരു എലമെൻ്റ് എങ്കിലും ഈ സെറ്റിൽ കാണും. അതിന് നമ്മൾ എക്സ് കെ എന്ന് വിളിച്ചു. അപ്പോൾ ഒരു എക്സ് കെ എങ്കിലും കാണും. സച്ച് ദാറ്റ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് കെ. ഇനി സീക്വൻസ് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സ് കെ എടുത്താൽ അതിന് ശേഷം വരുന്ന എലമെൻറ്റുകളെല്ലാം അതിനേക്കാളും വലുതായിരിക്കും. നമ്മളെടുത്ത് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസ് എന്ത് സീക്വൻസ് ആണ്? അതൊരു ഇൻക്രീസിങ് സീക്വൻസാണ്. ഇൻക്രീസിങ് ആയതുകൊണ്ട് കെയ്ക്ക് ശേഷം വരുന്ന നമ്പറുകളൊക്കെ എടുക്കുമ്പോൾ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ആയിരിക്കും. അപ്പോൾ നമ്മളിത് കമ്പൈൻ ചെയ്യുക. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് കെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ. ഇനി എക്സ് എന്നുകളുടെ എക്സ് സ്റ്റാർ ഒരു അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ നമുക്ക് പറയാം. വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്കത്തെ ഇതും ഇത് റൈറ്റ് എൻ പോയിൻറ്റും ലെഫ്റ്റ് എൻ പോയിൻറ്റും കൂടെ എടുക്കുമ്പോൾ ഇത് കിട്ടി. അതിൽ നിന്ന് എക്സ് സ്റ്റാർ കുറയ്ക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് മോഡുലസ് എടുത്താൽ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എൻ. അപ്പം നമ്മളൊരു മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു. ബൗണ്ടഡ് ആയിട്ടുള്ള മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് എടുത്തപ്പം എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ. എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? സുപ്രീമം ഓഫ് സെറ്റ് എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പം മോണോട്ടോൺ ഇൻക്രീസിങ് ബൗണ്ടഡ് സീക്വൻസ് എടുത്തപ്പം അത് കൺവേർജസ് ടു ഈ സുപ്രീമം എന്ന് കിട്ടി. അതാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണ്, ഡിക്രീസിങ്ങും ആണ് എങ്കിൽ അത് കൺവേർജസ് ടു ഇൻഫീമം എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി. ഇനിയിപ്പം നമുക്ക് കിട്ടിയത് ബൗണ്ടഡ് മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജസ് ടു സുപ്രീമം. ഇനി നമ്മൾ ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് എടുക്കുക. ഡിക്രീസിങ് സീക്വൻസ്
വൈ എൻ എടുക്കുക. സീക്വൻസ് വൈ എൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ്. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഇറ്റ് കൺവേർജസ് ടു ഇസ് ഇൻഫീമം എന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ y ഈക്വൽ ടു സീക്വൻസ് വൈ എൻ എടുക്കുവാണെങ്കിൽ, നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് എടുക്കുവാണെങ്കിൽ അതെന്തായിരിക്കും? സീക്വൻസ് മൈനസ് വൈ എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ ആയിരിക്കും. അപ്പം വൈ എൻ എന്ന് പറയുന്ന ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആയിട്ട് മാറിയില്ല. കാരണം ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയുമ്പോൾ y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y4 എന്നും പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് y1 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് y3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 5. അപ്പോൾ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആയിട്ട് മാറിയല്ലേ. അപ്പോൾ വൈ എൻ എന്ന് പറയുന്ന ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണ് വൈ എൻ എങ്കിൽ മൈനസ് വൈ എൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. ഇസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്. അപ്പം നമുക്ക് പറയാൻ പറ്റും എക്സ് ഈക്വൽ ടു സീക്വൻസ് മൈനസ് വൈ എൻ ഇസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്. നമ്മൾ ഇപ്പോൾ എ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ലിമിറ്റ് ഓഫ് എക്സ് എൻ. ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന സുപ്രീമം ഓഫ് ദി സെറ്റ് അല്ലേ. സുപ്രീമം ഓഫ് സെറ്റ് മൈനസ് വൈ എൻ വെയർ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയും. കാരണം സീക്വൻസ് മൈനസ് വൈ എൻ ഇസ് എ മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജസ് ടു സുപ്രീമം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സീക്വൻസ് മൈനസ് വൈ എന്നെ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് അത് കൺവേർജസ് ടു സുപ്രീമം ഓഫ് സെറ്റ് മൈനസ് വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സ് ഈക്വൽ ടു മൈനസ് വൈ, അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് വൈ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് വൈ എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് ആണെന്ന് നമുക്ക് പറയാമല്ലോ. ലിമിറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് ആയിരിക്കും. അതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആകുമ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് വൈ. അപ്പോൾ ലിമിറ്റ് വൈ എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് ആയിരിക്കും. ഇനി സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ, അടുത്ത് നമ്മളതാണ് കൺസിഡർ ചെയ്യുന്നത്. സുപ്രീമം ഓഫ് സെറ്റ് മൈനസ് വൈ എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ. ഒരു സെറ്റിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് സെറ്റിൻ്റെ ഇൻഫീമം ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി സുപ്രീമം പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇൻഫീമം ഓഫ് വൈ എൻ അല്ലേ. മൈനസ് ഓഫ് ഇൻഫീമം ഓഫ് വൈ എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാമല്ലേ. ഒരു സെറ്റിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് എലമെൻസിൻ്റെ ഇൻഫീമത്തിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മൾ സെറ്റ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് 100 ആണ്. സുപ്രീമം ഈക്വൽ ടു 100. ഇതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഇൻഫീമം എന്താണ്? ഇതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -1 തൊട്ട് -100 വരെയാണ്. അതിൻ്റെ ഇൻഫീമം എന്ന് പറയുന്നത് -100 ആയിരിക്കും. അപ്പം ഇതിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഫീമത്തിൻ്റെ നെഗറ്റീവാണ്. അപ്പം അത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇൻഫീമം ഓഫ് വൈ എൻ ആണ്. അതിന് വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സെറ്റ് 1 to 100 എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് 100 ആണ്. ഇനി ഇൻഫീമം ഓഫ് -1 -2 എക്സെട്ര -100 എന്ന് പറയുന്നത് -100 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടാൻ വേണ്ടി സുപ്രീമം ഓഫ് ദിസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇൻഫീമം ഓഫ് ദിസ് അല്ലേ. +100 കിട്ടണമെങ്കിൽ മൈനസ് ഓഫ് ദിസ് എടുക്കണം. അപ്പോൾ നമുക്ക് സുപ്രീമം ഓഫ് സെറ്റ് മൈനസ് വൈ എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇൻഫീമം ഓഫ് വൈ എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് കിട്ടും. അപ്പോൾ സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫീമം ഓഫ് വൈ എൻ ആണ്. ഇതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കുക. ഇനി നമുക്ക് ലിമിറ്റ് ഓഫ് വൈ. ലിമിറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് മൈനസ്, ഇനി നമ്മൾ ഈ 1ഉം 2ഉം 3ഉം കൂടെ കമ്പൈൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇക്വേഷൻ 2 അനുസരിച്ച് ലിമിറ്റ് വൈ എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് അല്ലേ. ലിമിറ്റ് വൈ എന്ന് പറയുന്നത് മൈനസ് ലിമിറ്റ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് എന്താ? മൈനസ് ഇൻഫീമം. അപ്പോൾ അത് മൈനസ് ഇൻഫീമം ഓഫ് വൈ എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാമല്ലോ. വിച്ച് ഈസ് മൈനസും മൈനസും കൂടെ നമുക്ക് പ്ലസ് ഇൻഫീമം ഓഫ് വൈ എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് കിട്ടും.
അതായത് നമുക്ക് പ്രൂവ് ചെയ്യാം ലിമിറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് വൈ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്നെടുത്തു. എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് വൈ ആയിരുന്നു. ലിമിറ്റ് ഓഫ് വൈ മൈനസ് ലിമിറ്റ് എക്സ് എന്നും കിട്ടി. പിന്നെ നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് പറയുമ്പോൾ അത് മൈനസ് വൈ എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ ഈ ഒരു സെറ്റ് വൈ എൻ എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ്. കാരണം അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ഇൻക്രീസിങ് സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ഇൻക്രീസിങ്ങുമായിട്ട് മാറും. അപ്പോൾ മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമ്മൾ പറഞ്ഞു ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അതിൻ്റെ സുപ്രീമം ഓഫ് ദ സെറ്റ് ആയിരിക്കും. സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ എൻ എലമെൻറ്റ് ഓഫ് എൻ. അതിനെ ഇക്വേഷൻ 1 എന്നെടുത്തു. ഇനി ലിമിറ്റ് ഓഫ് വൈ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ്. ഇനി സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇൻഫിമം ഓഫ് വൈ എൻ. ഈ 3 ഇക്വേഷൻ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തു. ലിമിറ്റ് ഓഫ് വൈ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എക്സ്. അപ്പോൾ അത് മൈനസ് സുപ്രീമം ഓഫ് ദിസ് ആയി. ഇനി സുപ്രീമം ഓഫ് ദിസ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിമം. മൈനസ് ഓഫ് മൈനസ് ഇൻഫിമം എന്ന് പറഞ്ഞാൽ പ്ലസ് ഇൻഫിമമായിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ എൻ എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് മോണോട്ടോൺ സീക്വൻസ് ആണ്, ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ അത് അതിൻ്റെ ഇൻഫിമത്തിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇൻകട്ട് എന്ത് പറയാം? സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് കൺവേർജസ് ടു ഈ സുപ്രീമം ഓഫ് സെറ്റ് എക്സ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാം. ഇനി എക്സ് എൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് എക്സ് എൻ converges to is infimum of set xn where n element. ഞാൻ രണ്ടിടത്തും എക്സ് എൻ എടുത്തു എന്നുള്ളതിൽ രണ്ടാമത് എൻ്റെ വൈ എൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ സുപ്രീമത്തിലോട്ട് മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിലേ ഉള്ളൂ കേട്ടോ. ഈ ബൗണ്ടഡ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജസ് ടു ഇസ് സുപ്രീമം ആയിരിക്കും. മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജസ് ടു ഇസ് ഇൻഫിമം ആയിരിക്കും. അപ്പോൾ മോണോട്ടോൺ കൺവേർജസ് ചെയ്ത ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്താണെന്നും കൂടെ നമുക്ക് കിട്ടും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രീമം ആയിരിക്കും. ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫിമം ആയിരിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും.